കോമ്പറ്റിറ്റീവ് സോളിലേക്ക് സ്വാഗതം. ഇന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഭാഗത്ത് ചാപ്റ്റർ 4 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. പാഠം 4 ഗ്ലോബിൽ നിന്ന് ഭൂപടത്തിലേക്ക്. ഭൂമി സനാതയാണ് എന്ന വയലാർ രാമവർമ്മയുടെ ഒരു കവിതാഭാഗം തന്നിട്ടാണ് പാഠം തുടങ്ങുന്നത്. ഭൂമി സനാതയാണ് ആരുടെ കവിതയാണ്? വയലാർ രാമവർമ്മ. ഭൂമി സനാതയാണ് കവിത വയലാർ രാമവർമ്മ. ഭൂമിയുടെ ആകൃതി എന്താണ്? ജിയോയിഡ് ആകൃതിയാണ് ഭൂമിയുടേത്. ഭൂമിയുടെ ആകൃതി ജിയോയിഡ് ആകൃതി. then കുറച്ച് ശാസ്ത്രജ്ഞരും അവരുടെ ഭൂമിയെക്കുറിച്ചുള്ള പ്രധാന ബേസിക് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുമാണ് പറയുന്നത്. ഫസ്റ്റ് വൺ തെയിൽസ്. ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് കണ്ടെത്തിയത് തെയിൽസ് ആണ്. ഗോളാകൃതിയാണെന്ന് വിശദീകരിച്ച ഒരുപാട് ശാസ്ത്രജ്ഞരുണ്ട്. ആദ്യമായിട്ട് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് കണ്ടെത്തിയത് തെയിൽസ് ആണ്. ആര്യഭട്ടയൊക്കെ ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട് തെയിൽസ് ആണ് ആദ്യമായിട്ട് വരുന്നത് ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന് കണ്ടെത്തുന്നത്. ദെൻ മഗല്ലൻ ഒരു സ്പെയിൻ നാവികനായിരുന്നു. അദ്ദേഹം കപ്പലിൽ ലോകം ചുറ്റിയിട്ട് ഭൂമിയുടെ ഗോളാകൃതി തെളിയിക്കുന്നുണ്ട്. മഗല്ലൻ സ്പെയിൻ നാവികനായിരുന്നു. കപ്പലിൽ ലോകം ചുറ്റി ഭൂമിയുടെ ഗോളാകൃതി തെളിയിച്ചു. ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി ആ പോയിന്റിലേക്ക് തന്നെ എത്തിയിട്ട് ഭൂമിയുടെ ഗോളാകൃതി തെളിയിക്കുന്നത് സ്പെയിൻ നാവികനായ മഗല്ലനാണ്. ദെൻ ഇറാസ്തോസെനീസ്. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് ആദ്യമായിട്ട് കണക്കാക്കിയത് ഇറാസ്തോസെനീസ് ആണ്. ഭൂമിയുടെ ഏകദേശ ചുറ്റളവ് കണക്കാക്കി ഇറാസ്തോസെനീസ് ആണ് ഭൂമിയുടെ ചുറ്റളവ് കണക്കാക്കുന്നത്. ദെൻ സർ ഐസക് ന്യൂട്ടൺ ഒബ്ലൈഡ് സ്ഫിറോയിഡ് ആകൃതി വിശദീകരിച്ചു. അതായത് ധ്രുവപ്രദേശം അല്പം പരന്നതും മധ്യഭാഗം വീർത്തിട്ടുമാണ് ഭൂമിയുടെ ആകൃതി. ഈ ആകൃതിയാണ് ഒബ്ലൈറ്റ് സ്ഫിറോയിഡ്. ഈ ആകൃതിയാണ് ഭൂമിക്കെന്ന് വിശദീകരിച്ചത് ആരാണ്? സർ ഐസക് ന്യൂട്ടൺ ആണ്. സർ ഐസക് ന്യൂട്ടൺ ഒബ്ലൈറ്റ് സ്ഫിറോയിഡ് ആകൃതി, ധ്രുവപ്രദേശം അല്പം പരന്നും മധ്യഭാഗം വീർത്തുമായിട്ടുള്ള ഒബ്ലൈറ്റ് സ്ഫിറോയിഡ് ആകൃതിയാണ് ഭൂമിക്കെന്ന് വിശദീകരിച്ചത് സർ ഐസക് ന്യൂട്ടൺ ആണ്. ദെൻ അക്ഷാംശ രേഖകൾ. 5ാം ക്ലാസ്സിലെ ഒരു പാഠഭാഗത്തിൽ നമ്മൾ ഇതിൻ്റെ ബേസിക് കാര്യങ്ങൾ പഠിച്ചു വന്നതാണ്. അക്ഷാംശ രേഖകൾ എന്താണ്? അക്ഷാംശ രേഖകൾ ചിത്രത്തിൽ കാണുന്നുണ്ട്. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖയുടെ ഇരുവശത്തും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂകേന്ദ്രം ആധാരമാക്കി ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ഏറ്റവും മധ്യത്തിൽ വരുന്ന രേഖയാണ്. ഈ രേഖയ്ക്ക് ഇരുവശത്തും വടക്കോട്ടും തെക്കോട്ടും ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ തമ്മിൽ ബന്ധിപ്പിച്ചു കൊണ്ടുവരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഈ പിക്ചർ ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അക്ഷാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ ഭൂമധ്യരേഖയ്ക്ക് പറഞ്ഞു മധ്യത്തിൽ വരുന്നതാണ് ഭൂമധ്യരേഖ. അതായത് ഭൂമധ്യരേഖ നടുക്ക് വരക്കുന്നത് അതിന് മുകളിലോട്ടും വടക്കോട്ടും താഴോട്ടും തെക്കോട്ടും വരക്കുന്ന അതിന് സമാന്തരമായിട്ട് പാരലലായിട്ട് വരുന്ന രേഖകളാണ് അക്ഷാംശ രേഖകൾ. അപ്പോൾ ഏറ്റവും മധ്യത്തിൽ വരുന്ന അക്ഷാംശ രേഖയായിരിക്കും വലുത്. അതേതാണ്? ഭൂമധ്യരേഖ. ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഏതാണ്? ഭൂമധ്യരേഖയാണ്. ഇതിനെ 0 ഡിഗ്രി അക്ഷാംശ വൃത്തം എന്ന് പറയും. അപ്പോൾ ആദ്യം ഭൂമധ്യരേഖയാണ് ബേസ്, അത് 0 ഡിഗ്രിയിലാണ്. ഈ 0 ഡിഗ്രി അക്ഷാംശ വൃത്തമെന്നും ഭൂമധ്യരേഖക്ക് അതുകൊണ്ട് പറയും. ഭൂമധ്യരേഖക്ക് അക്ഷാംശ രേഖയിൽ ഭൂമധ്യരേഖയാണ് ബേസ് വരുന്നത്. അതിൻ്റെ മുകളിലേക്ക് ഭൂമധ്യരേഖയ്ക്ക് വടക്കു ഭാഗം എന്താണ്? ഉത്തരാർദ്ധഗോളം എന്ന് പറയുന്നു. ഭൂമധ്യരേഖയ്ക്ക് തെക്കു ഭാഗം താഴോട്ടുള്ള ഭാഗം ദക്ഷിണാർദ്ധഗോളം എന്ന് പറയും. അപ്പോൾ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളവും ഈ പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഉത്തരാർദ്ധഗോളം ദക്ഷിണാർദ്ധഗോളം നടുക്ക് വരുന്ന ഭൂമധ്യരേഖ, അതിന് മുകളിലേക്ക് വരുന്നത് ഉത്തരാർദ്ധഗോളവും വടക്കോട്ട് വരുന്നത് തെക്കോട്ട് വരുന്നത് ഏതാണ്? താഴോട്ട് വരുന്നത് ദക്ഷിണാർദ്ധഗോളവുമായിട്ട് പറയുന്നു.
ദെൻ കോണീയ അളവിലാണ് ഭൂമധ്യരേഖയ്ക്ക് രണ്ട് സമാന്തരമായിട്ട് ഒരേ കോണീയ അകലത്തിലുള്ള ബിന്ദുക്കളെ യോജിപ്പിച്ചുകൊണ്ടാണ് അക്ഷാംശ രേഖ എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്താണ്, ഈ റെഡ് ലൈനിൽ കാണുന്നതാണ് ഭൂമധ്യരേഖ, അത് 0 ഡിഗ്രിയാണ്. ദെൻ അതിന് മുകളിലോട്ട് 10 ഡിഗ്രി, താഴോട്ടും 10 ഡിഗ്രി, അതെന്താണ് 10 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് 20 ഡിഗ്രി, 30 ഡിഗ്രി, 40, 50, 60, 70, 80, 90 വരെ അങ്ങനെ അക്ഷാംശ രേഖകൾ വരുന്നു. താഴോട്ടും മുകളിലോട്ടും ഭൂമധ്യരേഖയ്ക്ക് താഴോട്ടും മുകളിലോട്ടും ഓരോ കോണീയ അളവുകളിൽ എന്ത് വരുന്നു, അക്ഷാംശ രേഖകൾ വരുന്നു. ദെൻ ഇവിടെ പറഞ്ഞു 0 തൊട്ട് തുടങ്ങിയിട്ട് 90 വരെയാണ്. 90 ആകുമ്പോഴേക്ക് അതൊരു ഡോട്ടായിട്ട് മാത്രം മാറുന്നു. ഈ രണ്ട് നോർത്തിലും ഒരു 90 ഡിഗ്രി ഉണ്ടായിരിക്കും, സൗത്തിലും ഉണ്ടായിരിക്കും. ഇവയെ പറയുന്നതാണ് നോർത്തിലെ 90 ഡിഗ്രി എന്ന് പറയുമ്പോൾ അത് ഉത്തര ധ്രുവം എന്ന് പറയും. ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് വരുമ്പോൾ അവിടെ 90 ഡിഗ്രി നോർത്തിനെ ഉത്തര ധ്രുവം എന്നും പറയുന്നു. താഴോട്ട് ദക്ഷിണാർദ്ധ ഗോളത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ 90 ഡിഗ്രി സൗത്തിനെ എന്ത് പറയുന്നു, ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. 90 ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവം, 90 ഡിഗ്രി സൗത്ത് ദക്ഷിണ ധ്രുവം. പിക്ചർ കാണിച്ചു തരാം. ഇവിടെ മുകളിൽ 90 ഡിഗ്രി നോർത്ത് ഉത്തര ധ്രുവം, നോർത്ത് പോൾ എന്ന് പറയും. താഴെ 90 ഡിഗ്രി സൗത്ത് ദക്ഷിണ ധ്രുവം, സൗത്ത് പോള്. ദെൻ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഭൂമധ്യരേഖയിൽ നിന്നും വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ രേഖയുടെ വലുപ്പം കുറയുന്നു. നമ്മൾ ഇതുവരെ കണ്ട പിക്ചറിലൊക്കെ അത് തെളിയുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചു വെക്കുക. ഭൂമധ്യരേഖയിൽ നിന്നും, ഭൂമധ്യരേഖ നടുക്ക് വരുന്ന 0 ഡിഗ്രി, അതിന് മുകളിലോട്ടാണ് വടക്കോട്ട് എന്ന് പറയുന്നത്. വടക്കോട്ടും പിന്നെ താഴോട്ട് തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ രേഖയുടെ വലുപ്പം കുറയുകയാണ്, അല്ലേ? ഭൂമധ്യരേഖയാണ് ഏറ്റവും വലിയ അക്ഷാംശ രേഖ എന്ന് നമ്മൾ പറഞ്ഞു. 0 ഡിഗ്രിയിൽ വരുന്ന ഭൂമധ്യരേഖയാണ് ഏറ്റവും വലുത്. അതിന് മുകളിലോട്ട് 10 ഡിഗ്രി വരുമ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും കുറച്ച് വലുപ്പം കുറയുന്നുണ്ട്. പിന്നെ 20 ഡിഗ്രി ആകുമ്പോൾ അതിൽ നിന്ന് കുറച്ചുകൂടിയും കുറയും. 30, 40 ഒക്കെ ആകുമ്പോൾ കുറഞ്ഞു വന്ന് ലാസ്റ്റ് 90 ഡിഗ്രി ആകുമ്പോൾ എന്താണ്, അതൊരു ഡോട്ട് മാത്രമായിട്ട് മാറുകയാണ്. അപ്പോൾ 0 ഡിഗ്രി ഭൂമധ്യരേഖയിൽ നിന്ന് തെക്കോട്ടും വടക്കോട്ടും പോകും തോറും അക്ഷാംശ രേഖയുടെ വലുപ്പം കുറയുന്നു. ഈ പിക്ചർ ശ്രദ്ധിക്കുക. ഇവിടെ 0 ഡിഗ്രിയിൽ ഭൂമധ്യരേഖയുണ്ട്. ഭൂമധ്യരേഖയും അച്ചുതണ്ടും ഉള്ള ഈ കോണീയ അളവാണ് ഇവിടെ നോക്കുന്നത്. അച്ചുതണ്ട് ഈ റെഡ് ലൈനിൽ വരുന്നത്. അച്ചുതണ്ടും ഭൂമധ്യരേഖയുള്ള ഈ 30 ഡിഗ്രി, അങ്ങനെയാണ് അക്ഷാംശ രേഖകൾ വരക്കുന്നത്. അച്ചുതണ്ടിനെയും ഭൂമധ്യരേഖയും ബേസ് ചെയ്തിട്ടാണ് കോണീയ അളവ് എടുക്കുന്നത്, അത് ശ്രദ്ധിക്കുക. ദെൻ 30 ഡിഗ്രി വരച്ചപ്പോൾ ഭൂമധ്യരേഖയിൽ നിന്നും കുറച്ച് വലിപ്പം കുറവല്ലേ. ദെൻ 60 ഡിഗ്രി ആക്കുമ്പോൾ ഒന്നുകൂടി വലിപ്പം കുറഞ്ഞു. 90 ഡിഗ്രി ആകുമ്പോൾ ഒരു സർക്കിൾ ആവാനില്ല, അതൊരു ഡോട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഡെഫിനേഷൻ ശ്രദ്ധിക്കുക. ഭൂമധ്യരേഖയിൽ നിന്ന് വടക്കോട്ടും തെക്കോട്ടും പോകുന്തോറും അക്ഷാംശ രേഖയുടെ വലുപ്പം കുറയുന്നു. ഓക്കെ. ദെൻ അച്ചുതണ്ട്. എന്താണ് അച്ചുതണ്ട്? ഇവിടെ കാണിച്ചു തന്നു. ഈ റെഡ് ലൈനാണ് അച്ചുതണ്ട്. ഇത് എന്തിനൊക്കെയാണ് യോജിപ്പിക്കുന്നത്? 90 ഡിഗ്രി നോർത്തിനെ, അതായത് ഉത്തര ധ്രുവത്തെയും 90 ഡിഗ്രി സൗത്തിനെ, അതായത് ദക്ഷിണ ധ്രുവത്തെയും യോജിപ്പിച്ച് വരക്കുന്ന നേർരേഖയാണ് അച്ചുതണ്ട്, അല്ലേ? ഈ റെഡ് ലൈനാണ് ദക്ഷിണ ധ്രുവത്തെയും ഉത്തര ധ്രുവത്തെയും യോജിപ്പിക്കുന്ന നേർരേഖയാണ് അച്ചുതണ്ട്. അച്ചുതണ്ട് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും യോജിപ്പിക്കുന്ന സാങ്കല്പിക നേർരേഖ. ഇതൊരു റിയൽ രേഖയല്ല, സാങ്കല്പിക നേർരേഖയാണ് അച്ചുതണ്ട് എന്ന് പറയുന്നത്. പരിക്രമണ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചരിവുണ്ട് അച്ചുതണ്ടിന്. അപ്പോൾ പരിക്രമണ ലംബം എന്നാണ് പരിക്രമണത്തിന് ബേസ് ചെയ്യുന്ന ഒരു ലംബം, അതായത് നേരെ വരുന്നൊരു ലംബം. ഞാൻ പിക്ചർ കാണിച്ചു തരാം. ഇതാണ് അച്ചുതണ്ട്. അച്ചുതണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചെരിവുണ്ട്. ഭൂമിയെ എന്താണ് ചെരിഞ്ഞിട്ടാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഒക്കെ ഇവിടെ ചെരിഞ്ഞ് വരുന്നതാണ്. കണ്ടോ? ഈ നേരെ വരുന്നത് പരിക്രമണ ലംബം. അതിൽ നിന്നൊരു 23.5 ഡിഗ്രി മാറിയിട്ടാണ്, ചെരിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, അച്ചുതണ്ട് വരുന്നത്. ഈ അച്ചുതണ്ടിൻ്റെ രണ്ടറ്റത്തുമാണ് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും വരുന്നത്. നിങ്ങൾ കുറച്ച് ടൈം എടുത്തിട്ട് മനസ്സിലാവുന്നതിന് കുറച്ച് ടൈം എടുത്തിട്ട് നോക്കുക. പരിക്രമണ ലംബം, അതിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് അച്ചുതണ്ട്. അച്ചുതണ്ടിൻ്റെ അറ്റങ്ങളാണ് ദക്ഷിണ ധ്രുവവും ഉത്തര ധ്രുവവും. അപ്പോൾ പരിക്രമണ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് അച്ചുതണ്ട് നിൽക്കുന്നത്.
ഈ അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ടാണ് ഭൂമിയുടെ ഭ്രമണം സംഭവിക്കുന്നത്. അപ്പോൾ അച്ചുതണ്ടിനെ ആധാരമാക്കിയിട്ടാണ് ഭ്രമണം സംഭവിക്കുന്നത്. ഭ്രമണത്തിന് ആധാരം എന്താണ്? അച്ചുതണ്ടാണ്, പരിക്രമണ ലംബമല്ല, അത് ഓർത്തു വെക്കുക. അച്ചുതണ്ട് ഉത്തരധ്രുവവും ദക്ഷിണധ്രുവവും യോജിപ്പിക്കുന്ന സാങ്കല്പിക നേർരേഖ. പരിക്രമണ ലംബത്തിൽ നിന്നും 23.5 ഡിഗ്രി ചരിവുണ്ട്. ഭ്രമണത്തിന് ആധാരമാവുന്നത് അച്ചുതണ്ടാണ്. ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുറച്ച് സമയമെടുത്തിട്ട് ചിത്രങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടുപോകണം. ദെൻ ഇവിടെയും കാണിക്കുന്നുണ്ട് പരിക്രമണ ലംബം. ഈ നേരെ വരുന്ന നടുക്ക് നേരെ വരുന്നതാണ് പരിക്രമണ ലംബം. അതിൽ നിന്ന് 23.5 ഡിഗ്രി ചെരിഞ്ഞിട്ടാണ് അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് പിന്നെ ആർട്ടിക് വൃത്തം, ഉത്തരായന രേഖ, ഭൂമധ്യരേഖയൊക്കെ പറയുന്നത്. അപ്പോൾ അച്ചുതണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ഈ 0 ഡിഗ്രി ഒക്കെ വരച്ചത്. കണ്ടോ, 0 ഡിഗ്രി ഭൂമധ്യരേഖയൊക്കെ എന്താണ്? നേരെയല്ല, ചെരിഞ്ഞാണ് ഇങ്ങനെ വരക്കുന്നത്. അപ്പോൾ അച്ചുതണ്ടിനെ ബേസ് ചെയ്തിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ വരുന്നത്. 0 ഡിഗ്രി ഭൂമധ്യരേഖ, 0 ഡിഗ്രി റെഡ് ലൈനിൽ നടുക്ക് വരുന്നത് ഭൂമധ്യരേഖ. അതിന് നോർത്തിലേക്ക് വടക്കോട്ട് 23.5 ഡിഗ്രി വടക്ക് അറിയുന്ന അക്ഷാംശ രേഖയെ പറയുന്നതാണ് ഉത്തരായണ രേഖ. പിന്നെ വടക്കോട്ട് 66 ഡിഗ്രി വടക്ക് വരുന്ന അക്ഷാംശ രേഖയെ പറയുന്നത് ആർട്ടിക് വൃത്തം. 90 ഡിഗ്രി വടക്കിനെ പറയുന്നത് ഉത്തരധ്രുവം. താഴോട്ട് പോകുമ്പോൾ ഭൂമധ്യരേഖയ്ക്ക് താഴോട്ട് പോകുമ്പോൾ 23.5 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയെ പറയുന്നതാണ് ദക്ഷിണായന രേഖ. ദെൻ 66 ഡിഗ്രി തെക്ക് അക്ഷാംശ രേഖയാണ് അന്റാർട്ടിക് വൃത്തം എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് 90 ഡിഗ്രി തെക്കിനെ ദക്ഷിണ ധ്രുവം എന്നും പറയുന്നു. ശ്രദ്ധിക്കുക, ഭൂമധ്യരേഖ, മുകളിലോട്ട് 23.5 ഡിഗ്രി വടക്ക് ഉത്തരായണ രേഖ, 66 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം, ദെൻ 90 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവം. അതുപോലെ തന്നെ താഴോട്ട് ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തം, ദക്ഷിണ ധ്രുവം. അപ്പോൾ മുകളിലേക്കാണ് ഉത്തരായണ രേഖ, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, ആർട്ടിക് വൃത്തവും വരുന്നത്. താഴോട്ട് ദക്ഷിണായന രേഖയും അന്റാർട്ടിക് വൃത്തവും വരുന്നു. ഇവിടെ ഉത്തരായണ രേഖ ഇത് തെറ്റി എഴുതിയതല്ല, ഉത്തരായന എന്നാണ് നമ്മൾ ഇതുവരെ പഠിച്ചുകൊണ്ട് വന്നിരുന്നത്. ഇപ്പോൾ ഉത്തരായണ രേഖ എന്നാണ് പറയുന്നത്. ലിപിയുടെ പരിഷ്കരണവുമായി ബന്ധപ്പെട്ടാണ് മാറിയിട്ടുള്ളത്. അപ്പോൾ ഉത്തരായണ രേഖ എന്നാണ് പറയുക. 0 ഡിഗ്രി, 23.5 ഡിഗ്രി, 66.5 ഡിഗ്രി, 90 ഡിഗ്രി. 0 ഡിഗ്രി അറിയുമ്പോൾ ഭൂമധ്യരേഖ, 23.5 ഡിഗ്രി വടക്കുണ്ട് തെക്കുണ്ട്. വടക്ക് അറിയുന്നത് ഉത്തരായണ രേഖയും തെക്ക് അറിയുന്നത് ദക്ഷിണായന രേഖയുമാണ്. 66 ഡിഗ്രി വടക്ക് തെക്ക്, 66 ഡിഗ്രി വടക്ക് അറിയുന്നത് ആർട്ടിക് വൃത്തവും തെക്ക് അറിയുമ്പോൾ അന്റാർട്ടിക് വൃത്തവും. പിന്നെ 90 ഡിഗ്രിയിൽ ഉത്തരധ്രുവവും ദക്ഷിണ ധ്രുവവും വരുന്നുണ്ട്. ഈ കോണീയ അളവ് മാറരുത്. ഭൂമധ്യരേഖ 0 ഡിഗ്രി, ഉത്തരായണ രേഖ 23.5 ഡിഗ്രി, ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി തെക്ക്, ആർട്ടിക് വൃത്തം 66 ഡിഗ്രി വടക്ക്, അന്റാർട്ടിക് വൃത്തം 66 ഡിഗ്രി തെക്ക്. നിങ്ങൾ കൃത്യമായിട്ട് ഈ പിക്ചേഴ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കണം. ദെൻ അക്ഷാംശ രേഖ കഴിഞ്ഞു, അച്ചുതണ്ടിനെ കുറിച്ച് പറഞ്ഞു. ദെൻ രേഖാംശ രേഖകൾ. അക്ഷാംശ രേഖകൾ ഇങ്ങനെ വരഞ്ഞനായിരുന്നെങ്കിൽ കുത്തനെ വരക്കുന്നതാണ് രേഖാംശ രേഖകൾ. ഇവിടെ പിക്ചറിൽ തന്നിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് ഡെഫിനിഷനും ശ്രദ്ധിക്കുക. ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് എന്ത്? രേഖാംശ രേഖകൾ. അപ്പോൾ അക്ഷാംശ രേഖകൾ ഭൂമധ്യ രേഖയാണ് ആധാരമാക്കിയിരുന്നതെങ്കിൽ ഇവിടെ എന്താണ്? ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ, ഉത്തര ധ്രുവത്തെയും അതായത് മുകളിൽ 90 ഡിഗ്രി താഴെ 90 ഡിഗ്രി ഇവയെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ, അതായത് ഗ്ലോബിൻ്റെ പുറത്തു കൂടെ ഭൂമിയുടെ ഉപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. രണ്ട് പ്രധാനപ്പെട്ട രേഖാംശ രേഖകളാണ് 0 ഡിഗ്രി രേഖാംശവും 180 ഡിഗ്രി രേഖാംശവും. ഇങ്ങനെ ആദ്യം ഒരു 0 ഡിഗ്രി രേഖാംശം വരക്കുന്നു, പിന്നെ 10 ഡിഗ്രി 20 ഡിഗ്രി അങ്ങനെ വരച്ച്, പിന്നെ അതിൻ്റെ 0 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുമ്പോൾ 180 ഡിഗ്രി വരും. അങ്ങനെ ടോട്ടൽ 360 എണ്ണം രേഖാംശങ്ങൾ ഉണ്ടായിരിക്കും.
ഭൂകേന്ദ്രത്തെ ആധാരമാക്കി ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഭൗമോപരിതലത്തിലൂടെ വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശ രേഖകൾ. പ്രധാനപ്പെട്ട 2 രേഖാംശങ്ങളാണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നതാണ്. ഭൂമിയുടെ ഈ ഒരു സൈഡിലാണ് 0 ഡിഗ്രി രേഖാംശമെങ്കിൽ നേരെ ഓപ്പോസിറ്റിലാണ് 150 ഡിഗ്രി രേഖാംശം വരുന്നത്. 0 ഡിഗ്രി രേഖാംശം. 0 ഡിഗ്രി രേഖാംശം ഇമ്പോർട്ടൻ്റ് ആണ്. 0 ഡിഗ്രി രേഖാംശത്തെ പ്രൈം മെറിഡിയൻ എന്നും പറയും, ഗ്രീനിച്ച് രേഖ എന്നും പറയുന്നു. 0 ഡിഗ്രി രേഖാംശത്തെ പ്രൈം മെറിഡിയൻ എന്നും ഗ്രീനിച്ച് രേഖ എന്നും പറയുന്നു. ലണ്ടനിലെ ഗ്രീനിച്ചിലൂടെ പാസ് ചെയ്യുന്നതാണ് 0 ഡിഗ്രി രേഖാംശം. ലണ്ടനിലെ ഗ്രീനിച്ച് എന്ന സ്ഥലത്തിലൂടെ പാസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ഗ്രീനിച്ച് രേഖ എന്ന് പറയുന്നത്. അതുപോലെ പ്രൈം മെറിഡിയൻ എന്നും പറയുന്നുണ്ട്. ഈ 0 ഡിഗ്രി രേഖാംശത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഭൂമിയെ കിഴക്ക് അതുപോലെ പടിഞ്ഞാറ് ഗോളങ്ങളാക്കുന്നത്. കിഴക്കേ ഇവിടെ മുകളിൽ ഞാൻ പിക്ചർ തന്നിട്ടുണ്ട്. മറ്റേ അക്ഷാംശ രേഖയിൽ പഠിച്ചപ്പോൾ ഭൂമധ്യരേഖ ആധാരമാക്കിയിട്ട് ഉത്തരാർദ്ധഗോളമെന്നും ദക്ഷിണാർദ്ധഗോളമെന്നും തിരിച്ചു. ഇങ്ങനെ ഇവിടെ രേഖാംശത്തിൽ പറയുമ്പോൾ 0 ഡിഗ്രി രേഖാംശത്തെ ബേസ് ചെയ്തിട്ടാണ് കിഴക്കേ അർദ്ധഗോളമെന്നും പടിഞ്ഞാറേ അർദ്ധഗോളമെന്നും വേർതിരിക്കുന്നത്. ദെൻ 0 ഡിഗ്രി രേഖാംശം ഭൂഖണ്ഡങ്ങളിലൂടെ കരഭാഗങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 0 ഡിഗ്രി രേഖാംശം പറയുന്നത് കൃത്യമായിട്ടൊരു നേർരേഖയാണ്. കൃത്യമായിട്ടുള്ളൊരു നേർരേഖയാണ്, കരഭാഗത്തിലൂടെ കടന്നു പോകുന്നു. ദെൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 0 ഡിഗ്രി രേഖാംശത്തെ അന്താരാഷ്ട്ര സമയരേഖ എന്ന് പറയുന്നു. സമയം, ഓരോ രാജ്യത്തെയും സമയം നിശ്ചയിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? 0 ഡിഗ്രി രേഖാംശത്തെ ബേസ് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ അതിനെ അന്താരാഷ്ട്ര സമയരേഖ എന്ന് പറയുന്നു. അപ്പോൾ ശ്രദ്ധിക്കുക, 0 ഡിഗ്രി രേഖാംശം പ്രൈം മെറിഡിയൻ എന്നും ഗ്രീനിച്ച് രേഖ എന്നും പറയുന്നു. ലണ്ടനിലെ ഗ്രീനിച്ചിലൂടെ പാസ് ചെയ്യുന്നു. കിഴക്ക് ഭൂഗോളത്തെ കിഴക്ക് പടിഞ്ഞാറ് അർദ്ധഗോളങ്ങളാക്കുന്നത് 0 ഡിഗ്രി രേഖാംശമാണ്. കരഭാഗത്തിലൂടെ കടന്നു പോകുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇത് നേർരേഖയാണ്. അന്താരാഷ്ട്ര സമയരേഖയായിട്ട് കണക്കാക്കുന്നത് 0 ഡിഗ്രി രേഖാംശത്തെയാണ്. ദെൻ 180 ഡിഗ്രി രേഖാംശം. 0 ഡിഗ്രി രേഖാംശത്തെയും 180 ഡിഗ്രി രേഖാംശത്തെയും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് പഠിക്കണം. 180 ഡിഗ്രി രേഖാംശം എന്ന് പറയുന്നത് 0 ഡിഗ്രി രേഖാംശത്തിൻ്റെ എതിർവശം പറഞ്ഞു. 0 ഡിഗ്രി രേഖാംശത്തിൻ്റെ എതിർവശമാണ് 180 ഡിഗ്രി രേഖാംശം. ഇത് കരഭാഗത്തിലൂടെ കടന്നു പോകുന്നില്ല, അതുകൊണ്ട് തന്നെ എന്താണ് ഇത്? ഒരു നേർരേഖയല്ല. 180 ഡിഗ്രി ഒരു നേർരേഖയല്ല എന്നും ഓർത്തിരിക്കുക. അപ്പോൾ ഇത് രണ്ടും ഡിഫറൻസ് മനസ്സിലാക്കണം. 0 ഡിഗ്രി അറിയുമ്പോൾ നമ്മൾ നേർരേഖയാണെന്ന് പറഞ്ഞു. 180 ഡിഗ്രി രേഖാംശം എന്താണ്? ഒരു നേർരേഖയല്ല. ദെൻ 180 ഡിഗ്രി രേഖാംശത്തെയാണ് അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നത്. ദിനങ്ങൾ കണക്കാക്കുന്നത് എന്ത് ബേസ് ചെയ്തിട്ടാണ്? 180 ഡിഗ്രി രേഖാംശത്തെ ബേസ് ചെയ്തിട്ടാണ്. 180 ഡിഗ്രി രേഖാംശം 0 ഡിഗ്രി രേഖാംശത്തിൻ്റെ നേരെതിർവശം കരഭാഗത്തിലൂടെ കടന്നു പോകുന്നില്ല, അതുകൊണ്ട് തന്നെ ഇത് നേർരേഖയല്ല, അന്താരാഷ്ട്ര ദിനാങ്ക രേഖയായിട്ട് കണക്കാക്കുന്നു. ചിത്രത്തിൽ തന്നിട്ടുണ്ട്. ഫസ്റ്റ് ചിത്രത്തിൽ വരുന്നത് 0 ഡിഗ്രി രേഖാംശമാണ്. സെക്കൻഡ് ചിത്രത്തിൽ വരുന്നത് 180 ഡിഗ്രി രേഖാംശമാണ്. ഇത് നേർരേഖയും അത് നേർരേഖയല്ലാത്തതുമാണ് കാണിച്ചു തരുന്നത്. ദെൻ ഗ്രാറ്റിക്കൂൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഗ്രാറ്റിക്കൂൾ എന്ന് പറയുന്നത്? ഇവിടെ ചിത്രം കണ്ടോ? ഇവിടെ ഈ ഭൂഗോളത്തിൽ അതിൻ്റെ അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളും ഒരു ജാലിക മാതൃകയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇതിനെയാണ് ഗ്രാറ്റിക്കൂൾ എന്ന് പറയുക. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് ഗ്രാറ്റിക്കൂൾ എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും ഓരോ ഭൂഗോളത്തിലുള്ള ഓരോ വസ്തുവിൻ്റെയും സ്ഥാനം നിർണ്ണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രാറ്റിക്കൂൾ യൂസ് ചെയ്യുന്നത്. ഗ്രാറ്റിക്കൂൾ എന്ന് പറയുന്നത് അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയാണ് ഗ്രാറ്റിക്കൂൾ എന്ന് പറയുന്നത്. ചിത്രം ശ്രദ്ധിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ജാലികയെ ഗ്രാറ്റിക്കൂൾ എന്ന് പറയുന്നതും സ്ഥാനനിർണ്ണയത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം പറയാം. ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശവും രേഖാംശവും വെച്ചിട്ടാണ് സ്ഥാനം നിർണ്ണയിക്കുന്നത്. ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശത്തിൽ 8 ഡിഗ്രി മുതൽ 38 ഡിഗ്രി വടക്ക്, രേഖാംശം 68 ഡിഗ്രി. ഇന്ത്യയുടെ സ്ഥാനം അക്ഷാംശം 8 ഡിഗ്രി
മുതൽ 38 ഡിഗ്രി വടക്ക്, രേഖാംശം 68 ഡിഗ്രി ടു 98 ഡിഗ്രി കിഴക്ക്. ദെൻ ഭൂപ്രക്ഷേപങ്ങൾ. ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഒരു ശാസ്ത്രീയ രീതിയാണ്. എന്തിനുള്ള? നമ്മുടെ ഒരു ഗ്ലോബിൽ വരുന്ന ഒരു ഭൂഗോളത്തിൻ്റെ രൂപം നമ്മൾ പറഞ്ഞു ഒരു ജിയോയിഡ് ആകൃതിയിലാണ്. ഇത് ഭൂപടത്തിലേക്ക് പകർത്തുന്ന ശാസ്ത്രീയമായിട്ടുള്ള ഒരു രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. അക്ഷാംശ രേഖാംശ രേഖകളുടെ ജാലികയെ ഏതെങ്കിലും പരന്ന പ്രതലത്തിലേക്ക് ശാസ്ത്രീയമായി പകർത്തുന്ന രീതി. അതായത് അക്ഷാംശ രേഖകളും രേഖാംശ രേഖകളൊക്കെ ഉൾക്കൊള്ളുന്ന ഭൂപടങ്ങൾ വരക്കുന്ന രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രക്ഷേപങ്ങൾ വരക്കുന്ന രീതി പറയാം. നമ്മൾ നേരെ ഒരു ഗ്ലോബിലുള്ളത് ഒരു ഭൂപടത്തിലേക്ക് വരക്കുമ്പോൾ ഒരുപാട് അതിൻ്റെ കണക്കുകൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരക്കുന്ന രീതിയാണ് ഈ ഭൂപ്രക്ഷേപങ്ങൾ. ഇപ്പോൾ ഇതൊരു ഗ്ലോബാണെങ്കിൽ ഗ്ലോബിനകത്തൊരു ലൈറ്റ് വെക്കുന്നു, അതിന് ചുറ്റും നമ്മൾ വരക്കേണ്ട പ്രതലം വെക്കുന്നു. ഈ ലൈറ്റ് എന്ത് ചെയ്യും? ഈ ഗ്ലോബിൽ വരുന്ന രേഖാംശ രേഖകളും അക്ഷാംശ രേഖകളൊക്കെ ഈ പ്രതലത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യും. അതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ സ്കെച്ച് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഭൂപടങ്ങൾ വരച്ചെടുക്കുന്നത്. ഈ രീതിയാണ് ഭൂപ്രക്ഷേപങ്ങൾ എന്ന് പറയുന്നത്. ഭൂപ്രക്ഷേപങ്ങൾ മെയിനായിട്ട് 3 രീതിക്കാണ് വരക്കുന്നത്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം, പുറത്തു വെക്കുന്ന ഈ പ്രതലത്തിനെ ബേസ് ചെയ്തിട്ടാണ് 3ആയിട്ട് തിരിച്ചിട്ടുള്ളത്. സിലിണ്ടറിക്കൽ പ്രക്ഷേപം, ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം. സിലിണ്ടറിക്കൽ പ്രക്ഷേപം, ശീർഷതല പ്രക്ഷേപം, കോണിക്കൽ പ്രക്ഷേപം. സിലിണ്ടറിക്കൽ പ്രക്ഷേപം എന്താണ്? നമ്മൾ ഗ്ലോബിനകത്ത് വെളിച്ചം വെക്കുന്നു, പുറത്ത് വെക്കുന്ന പ്രതലം എന്താണ്? സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും. സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള പ്രതലമാണ് പുറത്തു വെക്കുന്നത്. പ്രക്ഷേപതലം സിലിണ്ടർ ആകൃതിയായിരിക്കും. ഇത് പൊതുവെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ രീതിയാണ് സിലിണ്ടറിക്കൽ പ്രക്ഷേപം. പ്രക്ഷേപതലം സിലിണ്ടർ ആകൃതിയായിരിക്കും. പൊതുവെ ഭൂമധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനാണ് ഉപയോഗിക്കുന്നത്. ദെൻ ശീർഷതല പ്രക്ഷേപം. ശീർഷതല പ്രക്ഷേപം എന്താണ്? പ്രക്ഷേപതലം പരന്നതായിരിക്കും. നമ്മളിവിടെ കാണിച്ചു തന്ന ഈ ചിത്രത്തിലുള്ളത് പരന്ന പ്രതലമാണ്. ശീർഷതല പ്രക്ഷേപം പ്രക്ഷേപതലം പരന്നതായിരിക്കും. പൊതുവെ ധ്രുവ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ശീർഷതല പ്രക്ഷേപം പ്രക്ഷേപതലം പരന്നതായിരിക്കും. പൊതുവെ ധ്രുവ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നു. ലാസ്റ്റ് വൺ കോണിക്കൽ പ്രക്ഷേപം. പ്രക്ഷേപതലം കോണാകൃതിയായിരിക്കും. പൊതുവെ മധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് ഉപയോഗിക്കുന്നു. കോണിക്കൽ പ്രക്ഷേപം പ്രക്ഷേപതലം കോണാകൃതിയിൽ മധ്യരേഖാ പ്രദേശങ്ങളുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് കോണിക്കൽ പ്രക്ഷേപം ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് ഭൂവിവര വ്യവസ്ഥ. എന്താണ് ഭൂവിവര വ്യവസ്ഥ? GIS. ഭൂമിശാസ്ത്ര വിവരങ്ങൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും സൂക്ഷിച്ചു വെക്കുകയും ആവശ്യ സന്ദർഭങ്ങളിൽ ഭൂപടങ്ങൾ, ഗ്രാഫുകൾ, പട്ടികകൾ മുതലായ രൂപങ്ങളായി ദൃശ്യവൽക്കരിച്ച് പ്രയോജനപ്പെടുത്തുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. അതായത് ഭൂമിശാസ്ത്രപരമായ വിവരങ്ങൾ ശേഖരിച്ച് അതിനെ വിശകലനം ചെയ്ത് സൂക്ഷിച്ചു വെക്കുന്നു. ആവശ്യമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അത് ഏതൊക്കെ രീതിയിലാണോ വേണ്ടത്, ഭൂപടങ്ങളാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഗ്രാഫുകളായിട്ടോ പട്ടികകളായിട്ടോ അതിനെ ഒരു ദൃശ്യവൽക്കരിച്ച് അതിന് ചിത്രം നൽകിയിട്ട് നമുക്ക് നൽകുന്ന സംവിധാനമാണ് ഭൂവിവര വ്യവസ്ഥ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇതിനെന്താണ് ഒരു എക്സാമ്പിളായിട്ട് വരും. ഭൂവിവര വ്യവസ്ഥ GIS. താങ്ക് യു. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്ത് വരുന്നത്. കൃത്യമായിട്ട് ചിത്രങ്ങളൊക്കെ ഓർത്ത് വെച്ചിട്ട് പഠിക്കുക. ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം. തുടർന്നുള്ള പാഠഭാഗത്തിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക.